കൺഗ്രാജുലേഷൻ, നമ്മുടെ പെർഫ്യൂം കിറ്റ് നിങ്ങളെല്ലാവരും റിസീവ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള 4 സെറ്റായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഒരു ഫ്രാഗ്രൻസ് ഓയിൽ, അതുപോലെ അതിൻ്റെ 5 ഇൻഗ്രീഡിയൻറ്റ്, ഇതുപോലത്തെ 4 ബോട്ടിലിൻ്റെ ഷേപ്പ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കാം. പക്ഷേ 4 ബോട്ടിൽ 100 ml ബോട്ടിലാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. 50 ml ആയത് ഞാൻ ഓഫർ ചെയ്ത്, പക്ഷേ ഞാൻ 100 ml തന്നിട്ടുണ്ട്. ചില ആൾക്കാർക്ക് 50 ml തന്നെ തന്നിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അത് നിങ്ങളുടെ ഭാഗ്യയോഗം പോലാണ് നിങ്ങൾക്ക് കിട്ടുക. അതുപോലെ ഇത് പെർഫ്യൂം വാട്ടർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് നമ്മുടെ ബോക്സിൽ അയച്ചത്. ഇത് നമ്മളെ പുഷിങ് ബട്ടണാണിത്. നമ്മുടെ പെർഫ്യൂമിൻ്റെ ബോട്ടിൽ പുഷ് ചെയ്യാനുള്ള ബട്ടണാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പെർഫ്യൂം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കിയാലോ. ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു നൈഫ് എടുത്തിട്ട് നമ്മുടെ ഈ ബോട്ടിലിൽ കണക്കാക്കിയിട്ട് ഈ പമ്പ് എന്ത് ചെയ്യണോ, അത് കറക്റ്റായിട്ട് തിരിച്ചു വെച്ചിട്ട് കട്ട് ചെയ്യണം. ഓക്കെ, കുറച്ച് വലുപ്പം കൂടിയാലും കുഴപ്പമില്ല, അത് അങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ വളഞ്ഞ് നിന്നോളൂ കേട്ടോ. ഓക്കെ, ചെറുതായി പോകരുത്. ഇനി നമുക്ക് പെർഫ്യൂം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇതിൽ നമ്പർ 1 എന്ന് നോട്ട് ചെയ്തിട്ടുണ്ടാവും. ആ നമ്പർ 1 എന്ത് ചെയ്യുക, ഇത് ഈ ബോട്ടിൽ അവിടെ തുറക്കുക. അത് തുറന്നിട്ട് ഇതിലേശം ടൈറ്റ് ആയിരിക്കും കേട്ടോ, അപ്പോൾ ശ്രദ്ധിക്കണം, അത് കളയാതെ നോക്കണം. അതെന്ത് ചെയ്യുക, നമ്മൾ ഈ ബോട്ടിലേക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതേപോലെ ഒഴിക്കാം. ഓക്കെ, അടുത്തത് അതുപോലെ തന്നെ നമ്പർ 2, നമ്പർ 3 അങ്ങനെ ഓർഡറിൽ ഓരോരോ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നിങ്ങൾ എടുത്തിട്ട് ഒഴിക്കുക. എല്ലാം ഓർഡറിൽ ഒഴിക്കണം കേട്ടോ, മറന്നു പോകരുത്. അങ്ങനെ 1 2 3 4 വരെ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്യുക. ഓക്കെ, 4 ഒഴിച്ചതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഫ്രാഗ്രൻസ് ഓയിൽ എടുക്കണം. ഫ്രാഗ്രൻസ് ഓയിൽ എടുത്തിട്ട് അതെന്ത് ചെയ്യണം, അത് കളയാത്ത രീതിയിൽ അതിലേക്ക് ഒഴിക്കണം. ഇതുപോലത്തെ ഫണൽ അതിലുണ്ടാവില്ല, ഫണലൊക്കെ നിങ്ങൾ വാങ്ങണം. ഓക്കെ, ഇതേപോലെ ഇങ്ങനെ കളയാതെ ഒഴിക്കണം കേട്ടോ അതിലേക്ക്. ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് വേണമെങ്കിൽ ഇതാണ് പെർഫ്യൂം വാട്ടർ, സെയിം സൊല്യൂഷൻ തന്നെയാണ് ഇതിലും ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ ഇതൊന്നും എടുക്കുന്നതുള്ളൂ. ഇത് വെച്ചിട്ടൊന്ന് ഇതിലേക്ക് ഒഴിച്ചിട്ട്, ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് ബാക്കി ഉണ്ടാവും, അതും കൂടി ഒന്ന് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒഴിച്ചതിന് ശേഷം ഇത് അത് ഫുള്ളാവുന്ന വരെ എന്ത് ചെയ്യുക, ഈ പെർഫ്യൂം വാട്ടർ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പിന്നെ ഈ 5-മത്തതില്ലേ, ഈ 5-മത്തത് എടുക്കുക. അത് തുറക്കുക, ശ്രദ്ധിക്കണം, അത് പെർഫ്യൂമിൻ്റെ കളറാണ്. കളറ് മുഴുവൻ വയ്ക്കരുത്, നമുക്ക് ആവശ്യത്തിന് വെച്ചാൽ മതി കേട്ടോ, ഓവറാവരുത്. ആവശ്യത്തിന് വെച്ചാൽ മതി, അതിൻ്റെ ഒരു പകുതിയൊക്കെ ഒഴിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓവർ കളറ് വേണ്ട. ഓക്കെ, അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ പിടിച്ചിട്ട് നല്ല ടൈറ്റാക്കി പിടിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കുക, കളർ കറക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കളർ അയക്കണോ എന്നുള്ളത് നോക്കുക. ആയിട്ടില്ലെങ്കിൽ, ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ ഇതെന്ത് ചെയ്യുക, ഇതിൻ്റെ ബാക്കി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പോഴും ഞാനിത് ഫുൾ ഒഴിച്ചിട്ടില്ല കേട്ടോ, ഫുൾ ഒഴിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇതാണ് ഇതിന് പറയാം പെർഫ്യൂം കോളർ എന്നാട്ടോ ഇത് പറയാം. ഈ പമ്പ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിന് ഷാർപ്പായിട്ടൊരു ഭാഗം ഉണ്ടാവും, സോഫ്റ്റായിട്ടൊരു ഭാഗം ഉണ്ടാവും. ഈ സോഫ്റ്റായിട്ടുള്ള ഭാഗം മുകളിലേക്ക് വെച്ചിട്ട് ഈ ഷാർപ്പായിട്ടുള്ള ഭാഗം ഇതിലേക്ക് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതൊന്ന് നന്നായിട്ട് പ്രസ്സായിട്ട് വെച്ചതിൻ്റെ ശേഷം നമ്മുടെ ഈ പുഷറില്ലേ, ഈ പുഷർ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. അപ്പോൾ എന്തായി, ഇത് നല്ല ടൈറ്റായി. ഇതിപ്പോൾ സെറ്റായി. അതിന് കൂടെ ഇതും കൂടി ഇട്ടിട്ട് പെർഫ്യൂം ഒന്ന് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യാം. ഒരു 30 സെക്കൻഡ് നന്നായിട്ട് പെർഫ്യൂം ഷെയ്ക്ക് ചെയ്യുക. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ കറക്കിടാം, ഇതൊന്നും പ്രശ്നമല്ല കേട്ടോ. താഴെ വീണ് പൊട്ടിയാൽ കമ്പനിക്ക് ഉത്തരവാദിത്തമില്ല, കമ്പനി ഇങ്ങനെ പല സംഭവങ്ങളും കാണിക്കും.
വേണ്ടില്ലേ? നിങ്ങളുടെ പെർഫ്യൂം റെഡി ആയിട്ടുണ്ട്. ഇത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു പെർഫ്യൂം ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ഇവിടുത്തെ 1 ഡേ കോഴ്സിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇത് പഠിച്ചാൽ ഇത് നിങ്ങൾക്കൊരു ഹൈ ഇൻകം കിട്ടുന്ന സ്കില്ലാണ്. ഈ ഹൈ ഇൻകം കിട്ടുന്ന സ്കില്ല് പഠിക്കാനാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും പഠിക്കാം, ഓഫ്ലൈനായിട്ടും പഠിക്കാം. ഓഫ്ലൈനായിട്ട് പഠിക്കേണ്ടവർക്ക് കാലിക്കറ്റുള്ള നമ്മുടെ ഓഫീസിലേക്ക് വന്നോളി. വെറും ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്കും പഠിക്കാം ഒരു ഹൈ ഇൻകം കിട്ടുന്ന ഒരു സ്കില്ല്. ഇനി ഈ 299 വാങ്ങിയ ആൾക്കാർക്ക് ഒരു ഓഫറുണ്ട്. 18,500 രൂപ ആയിരുന്നു ഇതിൻ്റെ വൺ ഡേൻ്റെ കോഴ്സ്. ഇതിൽ ഞാൻ നിങ്ങൾക്ക് അത്ര എങ്ങനെ നിങ്ങൾക്ക് കൊമേഴ്ഷ്യലി സെല്ല് ചെയ്യുക എന്നും കൂടി പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ബോണസാണ്. അത് കൂടാതെ 18,500 രൂപൻ്റെ ആയിരുന്നു ഈ മാസത്തെ ഫീസ് നമ്മൾ ഫിക്സ് ചെയ്ത്. ആക്ച്വലി ഇതിന് 30,000 രൂപയാണ് ഇതിൻ്റെ കോഴ്സ് ഫീ. ഈ 31-ാം തീയതി വരെ ആ ഓഫറുണ്ട്. നിങ്ങൾക്ക് 15,000 രൂപ ഉണ്ടാവുള്ളൂ. ജനുവരി 1 മുതൽ ഈ കോഴ്സിൻ്റെ ഫീസ് 30,000 ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് 1000 രൂപ അടയ്ക്കുക, കോഴ്സ് ബുക്ക് ചെയ്യുക. എന്നിട്ട് നേരിട്ട് വന്ന് പഠിക്കണമെങ്കിൽ കോഴിക്കോട് വരിക, നിങ്ങൾക്ക് നേരിട്ട് വന്ന് പഠിക്കാം. അതല്ല നിങ്ങൾക്ക് ഇവിടെ വരാനും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ഇരുന്നിട്ട് പഠിക്കാം. ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. എന്നും ഒരേ ഒരു കാര്യം ചെയ്തിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചാൽ യാതൊരുവിധ വ്യത്യസ്തമായ റിസൾട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല. വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഇന്ന് ചെയ്യണം. ഇത് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ള സമയമാണ്.